ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, മിക്ക കമ്പനികളിലും നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ ശരിക്കും മിക്ക കമ്പനികളിലും ഗ്രൗണ്ട് ലെവലിൽ എന്തായിരിക്കും നടക്കുന്നത്, അല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയറക്ടർക്കും സീനിയർ മാനേജർക്കും ഉള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നും അത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഫെയിൽ ആകുന്നുവെന്നും അതുപോലെ തന്നെ അത് ശരിയായിട്ട് എങ്ങനെ ഒക്കെയാണ് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടനോട് മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമ്മളെടുത്ത വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്സ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മളിപ്പം വേറൊരു ചാനലിലാണ് ഇനി തൊട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ ആ ചാനലും കൂടെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാനലിൽ ലോങ് വീഡിയോസും ആ ചാനലിൽ ഷോർട്സ് വീഡിയോസും ആണ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിന് ഒന്നാമത്തെ പോയിന്റ് ആണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി പ്രിപ്പയർ ആൻഡ് സൈൻ. അതായത് നമുക്കറിയാം, പല കമ്പനികളിലും ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി ഒരു ഫോർമൽ ഡോക്യുമെന്റ് മാത്രമാണ്, അല്ലേ? പല കമ്പനികൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ അതിനെ വളച്ചൊടിച്ചെന്ന് പറഞ്ഞാലും മിക്ക കമ്പനികളിലും അങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത്, ഇല്ലേ? പക്ഷേ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്റർനെറ്റിൽ നിന്ന് ഒരു കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അത് സൈനൊക്കെ ചെയ്തിട്ട് ഒരു ഫയലിലെടുത്ത് അങ്ങ് സൂക്ഷിച്ച് വെക്കും. ഞങ്ങൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കമ്മിറ്റഡ് ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫയൽ ചെയ്തൊക്കെ വെക്കും, ഇല്ലേ? പക്ഷേ പോളിസിയിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റിന് പോലും വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല, അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിയായിട്ട് അവിടെ എന്താ ചെയ്യേണ്ടത്? കമ്പനിയിലുള്ള റിയൽ ഹസാർഡ് കൺസിഡർ ചെയ്തിട്ട് ഒരു സ്വന്തം പോളിസി തന്നെ അവിടെ തയ്യാറാക്കണം, ഇല്ലേ? അതിനെ ടോപ്പ് മാനേജ്മെന്റ് തന്നെ മനസ്സിലാക്കി എല്ലാ ജീവനക്കാരിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? കമ്മ്യൂണിക്കേറ്റ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും? നോട്ടീസ് ബോർഡ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ട്രെയിനിങ് വഴി നമുക്ക് ഇത് ഈ പോളിസിയിലുള്ള കാര്യങ്ങളൊക്കെ വർക്കേഴ്സിലേക്ക് എത്തിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോളിസി എല്ലാവരിലേക്കും എത്തുമ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോഴൊക്കെയാണ് അതൊരു ജീവിക്കുന്ന ഡോക്യുമെന്റ് ആയിട്ട് മാറുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു കാര്യം മറന്നു പോകരുത്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോൾസും ഒബ്ജക്റ്റീവും ഒക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ വർഷവും 0 ആക്സിഡന്റ് എന്നുള്ള ടാർഗറ്റും കാര്യങ്ങളൊക്കെ കമ്പനി അനൗൺസ് ചെയ്യും. പക്ഷെ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് പ്ലാനിങ്, എന്ത് സിസ്റ്റം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഫോളോ അപ്പ് ചെയ്യണം, ഇതൊന്നും കറക്റ്റായിട്ടൊന്നും ഡിഫൈൻ ചെയ്തില്ലല്ലേ? അപ്പം ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അച്ചീവ് ചെയ്യാൻ ഒരു ടൈപ്പിലുള്ള മെക്കാനിസം അവിടെ ഇല്ല, അല്ലേ? ശരിക്കും ഞാൻ പറയുന്നത് സത്യമല്ലേ? അപ്പോഴേ ശരിയായിട്ട് എന്ത് നമ്മൾ ചെയ്യേണ്ടത്? ഒരു മെഷറബിൾ ടാർഗറ്റ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 100% PPE യൂസേജ്, മന്ത്ലി സേഫ്റ്റി ഇൻസ്പെക്ഷൻസ്, ട്രെയിനിങ് കംപ്ലീഷന്, പിന്നെ നിയർ മിസ് റിപ്പോർട്ടിങ്, ഇതിനെല്ലാം നിങ്ങൾക്കൊരു കാര്യം അറിയോ? അതായത് ഇതിനെല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാന്, ടൈം ലൈന്, റെസ്പോൺസിബിൾ പേഴ്സൺ, ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രോഗ്രസ് റെഗുലർ ആയിട്ട് റിവ്യൂ ചെയ്യുമ്പോഴാണ് ടാർഗറ്റ് എന്ത് ചെയ്യുന്നത്, മീനിങ് ഫുൾ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോയിന്റ്, ഇതാരും മറന്നു പോകരുത്. ഇനി അടുത്ത പോയിന്റ് ആണ് ലീഡ് ബൈ എക്സാമ്പിൾസ് ആൻഡ് കമ്മിറ്റ്മെന്റ്. നമ്മൾ മിക്ക ഏരിയയിലും നമുക്ക് കാണാം, ഈ മാനേജ്മെന്റ് ഒക്കെ പല രീതിയിലുള്ള റൂൾസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ തന്നെ അത് ഫോളോ ചെയ്യാതിരിക്കുന്നത് പലയിടങ്ങളിലും നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലേ? ഇപ്പം PPs മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞിട്ട് പോലും അവർ തന്നെ അത് ഉപയോഗിക്കാതെ വർക്കിംഗ് ഏരിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നത് നമുക്ക് കാണാം, ഇല്ലേ? ഇപ്പം ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മിക്ക ഏരിയകളിലും വർക്കേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ധരിച്ചിട്ടുണ്ടാവും, അതായത് PPs കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ മാനേജർ നോക്കി നോക്ക്, മാനേജറിൽ സേഫ്റ്റി ഷൂ ഉണ്ടാവത്തില്ല, ഹെൽമെറ്റ് ഉണ്ടാവത്തില്ല, ഒരു കുന്തം ഉണ്ടാവത്തില്ല. സൂപ്പർവൈസറിന്റെ കാര്യം പറഞ്ഞാലും അതുപോലൊക്കെ തന്നെ, അല്ലേ? അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് പറയും, സാറേ ഇത് ഈ ഏരിയയിലൊക്കെ ഇങ്ങനെ PPs ഉപയോഗിക്കാതെ വർക്ക് ചെയ്യുന്ന, അതുവഴി ഇതൊക്കെ നടക്കുന്ന ഭയങ്കര ഡേഞ്ചർ ആണെന്ന് പറയുമ്പോൾ പറയാം, നീ എന്റെ പണിയല്ലോ നോക്കാം, എനിക്കറിയാം എന്തോ ചെയ്യേണ്ടതെന്നുള്ളത്. ഇങ്ങനത്തെ സംസാരിച്ചോളാം, അല്ലേ? ഇതൊക്കെ ശരിക്കും നടക്കുന്ന കാര്യങ്ങളാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ പിന്നിലുള്ള സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതോടെ വർക്കേഴ്സിന് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അങ്ങ് കുറയും, മനസ്സിലായില്ലേ? അപ്പം ശരിയായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പ് മാനേജ്മെന്റ് തന്നെ സേഫ്റ്റി റൂൾസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം അൺസേഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ അതിനുള്ള ആക്ഷന് അവർ തന്നെ എടുക്കുക.
അപ്പം എപ്പോഴും ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ഈ ലീഡേഴ്സ് കാണിക്കുന്ന ബിഹേവിയർ ആണ് വർക്കേഴ്സും ഫോളോ ചെയ്യുന്നത്. അപ്പം ഇത് മറന്നു പോകരുത്. ഇതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത പോയിന്റ് ആണ് റെസ്പോൺസിബിലിറ്റീസ് അലോക്കേറ്റ് ചെയ്യുക. അതായത് ഈ സേഫ്റ്റി എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണ് എന്നൊക്കെ പറയും അല്ലേ. ഇപ്പം നമ്മൾ മിക്ക ഏരിയകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് സേഫ്റ്റി ഈസ് എവരിബഡീസ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ. സത്യത്തിൽ എന്ത് സാധാരണ നടക്കുന്നത്, ഇതെല്ലാം ലാസ്റ്റ് സേഫ്റ്റി യൂസറിന്റെ മാത്രം ഒരു വർക്കായിട്ട് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ. അപ്പൊ നമ്മൾ ഈ റോൾ ക്ലിയർ അല്ലാത്തതിനാൽ നമ്മൾ അക്കൗണ്ടബിലിറ്റി കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ശരിയായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെവലിലും ക്ലിയർ ആയിട്ടുള്ള റോള് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഈ ടോപ്പ് മാനേജ്മെന്റ് പോളിസിയും റിസോഴ്സും ഒക്കെ കറക്റ്റായിട്ട് നോക്കുക. പിന്നെ മാനേജേഴ്സ് ഈ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സെറ്റപ്പ് റെഡിയാക്കുക. പിന്നെ അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യണം, ഡെയിലി ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക. വർക്കേഴ്സ് സേഫ് വർക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊക്കെ റിട്ടൺ ആയിട്ട് ഡിഫൈൻ ചെയ്താൽ മാത്രമേ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇത് മറന്നു പോകരുത്. ഇതാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തത് റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സേഫ്റ്റിക്ക് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നതിൽ പല കമ്പനികളും പിന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഞാൻ പറഞ്ഞ സത്യമല്ലേ. ഇപ്പം ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ഏതെങ്കിലും ഒരു അസാഡ് ഏരിയയിൽ എന്തെങ്കിലും ഒരു കാര്യം മാൻഡേറ്ററി ആയിട്ട് ചെയ്തു വെക്കണമെന്ന് നമ്മൾ മാനേജ്മെന്റിന്റെ അടുത്ത് പറയുന്ന സമയത്ത് അവർ ആദ്യം പറയും അതിന്റെ കൊട്ടേഷൻ എടുക്കുക. പിന്നെ അത് നോക്കുന്ന സമയത്ത് അയ്യോ ഇതൊക്കെ ഓവർ കോസ്റ്റ്, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം പ്രൊഡക്ഷൻ ഇല്ല, അങ്ങനെയുള്ള പല റീസൺസ് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി വിടും. സത്യമല്ലേ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്യാൻ പറയുമ്പോൾ അതിന്റെ കോസ്റ്റ് നോക്കിയിട്ട് പറയും ഇതൊന്നും ഇപ്പോൾ നടക്കത്തില്ല, ഇതൊക്കെ ഓവർ കോസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്, നീ തന്നെ ട്രെയിനിങ് കണ്ടക്ട് ചെയ്താൽ നമുക്ക് വെളിയിൽ നിന്നുള്ള ട്രെയിനിങ് കാര്യങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറയും ഇല്ലേ. പിന്നെ ചില ഏരിയയിലുണ്ട് PPEസിന്റെ ക്വാളിറ്റി തന്നെ കുറയ്ക്കും. ഇപ്പം നല്ല ഹൈറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫുൾ ബോഡി ഹാർനസ് വേണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവരതിന്റെ കോസ്റ്റ് നോക്കിയിട്ട് പറയൂ ഇതിനേക്കാളും കുറച്ചുകൂടെ വില കുറഞ്ഞ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ കൊടുത്താൽ മതി, ഇതൊന്നും വലിയ വിലയുടെ സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ഒഴിവാക്കി വിടും ചില മാനേജ്മെന്റ്. പക്ഷെ ആക്സിഡന്റ് വന്നാലോ അതേ കാര്യങ്ങൾക്ക് ഡബിൾ ചെലവ് തന്നെ വഹിക്കേണ്ടതായിട്ട് വരും ഇല്ലേ. അപ്പം ശരിയായിട്ട് എന്താ ചെയ്യണ്ടേ, ട്രെയിനിങ്, PPE, ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇല്ലേ, പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ്, ഇതിനൊക്കെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. അപ്പൊ എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവർ കോസ്റ്റ് അല്ല, ആക്സിഡന്റ് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇത് മറന്നു പോകരുത്. ഇതാണ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത പോയിന്റ് ആണ് ഒരു കോമ്പറ്റന്റ് സേഫ്റ്റി അഡ്വൈസ് സെക്യൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതായത് ഈ എക്സ്പീരിയൻസ് ഉണ്ടെന്ന പേരിൽ ഈ പ്രോപ്പർ ആയിട്ടുള്ള സേഫ്റ്റി എക്സ്പെർട്ടിനെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതിരിക്കുന്നതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതോടെന്ത് ചെയ്യും, നമ്മൾ പഴയ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ശരിയായിട്ടുള്ള രീതിയിൽ ഒരു ക്വാളിഫൈഡ് സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസറിനെ അപ്പോയിന്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ ലീഗൽ കംപ്ലൈൻസ്, റിസ്ക് അസസ്മെന്റ്, പിന്നെ ഓഡിറ്റ് എന്നിവയൊക്കെ ഒരു എക്സ്പെർട്ട് ഗൈഡൻസിൽ മാത്രം നടത്തുക. മനസ്സിലായില്ലേ. അപ്പം ആവശ്യമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ കൺസൾട്ടന്റിന്റെ സപ്പോർട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് ആറാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും ആരും മറന്നു പോകരുത്. ഇനി അടുത്ത പോയിന്റ് ആണ് എന്ത്, മോണിറ്ററിംഗ് റിപ്പോർട്ട്സ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻസ്. അതായത് നമ്മൾ നമ്മുടെ വർക്കിംഗ് സൈഡിലെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടത്തും, അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കും ഇല്ലേ, മാനേജ്മെന്റിന് സബ്മിറ്റ് ചെയ്യും, അക്നോളജ് ചെയ്യും ഇല്ലേ. പക്ഷെ അതിന്റെ ആക്ഷൻ വരാൻ വളരെ ഡിലേ ആകും, അല്ലെങ്കിൽ ഒരു കാര്യം തൊട്ട് നടക്കത്തുമില്ല ഇല്ലേ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ സെയിം ഇഷ്യൂസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും ഇല്ലേ. അപ്പൊ ശരിയായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഒബ്സർവേഷനുകൾക്കും കറക്റ്റായുള്ള പ്രയോറിറ്റി ഫിക്സ് ചെയ്യുക, ഒരു റെസ്പോൺസിബിൾ പേഴ്സണെ അസൈൻ ചെയ്യുക ഇല്ലേ, ടാർഗറ്റ് ഡേറ്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക, പിന്നെ ആക്ഷൻ കംപ്ലീറ്റ് ആയോ എന്ന് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത് പിന്നീട് ഈ റെഗുലർ റിവ്യൂ മീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ കറക്റ്റായിട്ട് ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഇഷ്യൂ ക്ലോസ് ചെയ്യാത്ത ഏതെങ്കിലും ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഹയർ അതോറിറ്റിയിലോട്ട് ഇത് എസ്കലേറ്റ് ചെയ്യുകയൊക്കെ വേണം. മനസ്സിലായില്ലേ. അപ്പൊ ഇതാണ് ഏഴാമത്തെ പോയിന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ് ഒന്നും ആരും മറന്നു പോകരുത്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സേഫ്റ്റി സിസ്റ്റം എന്ന് പറഞ്ഞാൽ പേപ്പറിൽ പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ അത് ഗ്രൗണ്ട് ലെവലിൽ വിസിബിൾ ആകുമ്പോഴാണ് അത് റിയൽ സേഫ്റ്റി ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഈ പോളിസി, ടാർഗറ്റ്, ട്രെയിനിങ്, മോണിറ്ററിങ് ഇതെല്ലാം കണക്റ്റ് ആയിട്ട് ഒരു പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ്
അത് ആക്സിഡന്റിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ സേഫ്റ്റി ഒരു ഡോക്യുമെന്റ് അല്ല, അതൊരു ഡെയിലി പ്രാക്ടീസ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.